അതുവരെ നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനെ. കൃഷ്ണനാണോ കിഞ്ഞനനോ എന്തുവേടാ നിന്റെ പേര്? സനീഷ്. സത്ത ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ 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 പോടാ. പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് പൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ആൽബം പൊളിച്ചു. താങ്ക് യു ഗോപിക. നീ പോടി. പൊടി 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 പൊടി. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ? മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിച്ച ഓടി പോടാ. നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. വിളിക്കടാ വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോണം. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ. എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? മുതുക്കനാണല്ലോ മുതുക്കൻ. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രേണു സുധി ഒരു ലൈവ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിൽ കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് വന്ന സമയത്ത് ആ ഒരു കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേയധികം പേര് രേണുവിനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആയിട്ടാണ് രേണു ആ വീഡിയോയിൽ ഫുള്ള് സംസാരിക്കുന്നത്. അത് ഇപ്പം നിങ്ങൾ അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടു കാണും. അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള തിരിച്ചും ഏടാ പോടാന്നും അത് കണക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു രേണു. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേയധികം പേര് കാണുന്നതാണ്. അതൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കുറച്ച് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. കുറേയധികം പേര് വന്ന് തെറി പറയുന്നു എന്ന് വെച്ചാൽ അതേ കണക്ക് തന്നെ തിരിച്ച് മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് രേണുവിൻ്റെ കുട്ടി അവിടെ നിൽപ്പുണ്ട്. ആ ഒരു കുട്ടി ഇതൊക്കെ കേൾക്കും. ഇതേ കണക്ക് സംസാരിക്കുന്നതും വഴക്കുറയും ചീത്ത വിളിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ട് ആ ഒരു കുട്ടി ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുകയാണ്. അതിൽ ഇടയ്ക്ക് എന്തോ ആ കുട്ടി പിറവിൽ നിന്ന് പറയുന്നുണ്ട്, എന്തോ പൊടിയെന്നോ അങ്ങനെ ഏതാണ്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേന് രേണു ഇതേ കണക്ക് സംസാരിക്കുന്ന സമയത്ത് പിറവിൽ നിന്ന് ആ കുട്ടി കേൾക്കുന്നുണ്ട്. സ്വന്തം കുട്ടി ഇതേ കണക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേന് അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. രേണു ആ ചെയ്തത് ഒട്ടും ശരിയല്ല. എന്ന് പറഞ്ഞ് രേണുവിനെ ആർക്കും എന്തും പറയാം, അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുകയൊന്നും തന്നെയല്ല. പക്ഷേ രേണു ആ സമയത്ത് പറഞ്ഞത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കുട്ടി വരെ തൊട്ടടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. കുട്ടി വരെ ഇടയ്ക്കിടയ്ക്ക് പോടിയെന്നും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന സമയത്ത് അത് കേട്ട് പഠിക്കുമല്ലോ. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ആ സംസാരിക്കുന്ന സമയത്ത്. കുറേയധികം ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണ്. അതെല്ലാം ചിലപ്പോൾ ഈ രേണു ഈ ലൈവ് വിടുമ്പോഴത്തേത് കാണുമ്പം അതുവഴി ഇൻഫ്ലുവൻസ് ആവുന്ന ചിലപ്പോൾ കുട്ടികൾ വരെ കാണാം. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു അങ്ങനെ വിളിച്ചത്. അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ അതേ കണക്ക് തന്നെ അവർ പറഞ്ഞ അതേ മറുപടി തന്നെ അതിനു വേണ്ടി അതേ രീതിയിൽ തിരിച്ച് മറുപടി കൊടുത്തതും ശരിയായിട്ടില്ല. അതൊന്ന് ചിന്തിക്കാമായിരുന്നു എന്നുള്ളതും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് രേണുവിന് തന്നെയാണ് പ്രശ്നം. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന രേണുവിൻ്റെ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയാണ് നെഗറ്റീവ് പറയുന്നത്. ഇപ്പം ഞാൻ വരെ ഇപ്പോൾ എത്രയോ വീഡിയോസ് രേണുവിനെ പറ്റി ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് രേണുവായിട്ട് തന്നെ ഇട്ട് തരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഇഷ്യൂ രേണുവായിട്ട് ഞാൻ ഇട്ട് തന്നതാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ഇഷ്യൂ വരും, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചെങ്കിലും ഒന്ന് നേരെ സംസാരിക്കാമായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരും രേണുവിനെതിരെ വരത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ കമൻറ്റ് പറഞ്ഞവർക്കെതിരെ വലിയ മോശം വരത്തില്ല. ഇങ്ങനെ സംസാരിച്ച രേണുവിനെതിരെ നെഗറ്റീവായിട്ട് വരത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോഴത്തേനും ഇതെല്ലാവരും കാണുന്നത്. ഒന്നോ രണ്ടോ പേര് വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ അതേ കണക്ക് അവർ പറഞ്ഞ അതേ രീതിയിൽ തിരിച്ച് മറുപടി കൊടുത്തത് ശരിയായില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്? രേണു പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് കമൻറ്റ്സ് ഇതേ കണക്ക് തന്നെ റിപ്ലൈ കൊടുത്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.